നമസ്കാരം. പീപ്പിൾ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ചർച്ചാ പരിപാടിയായ പടക്കളത്തിലേക്ക് സ്വാഗതം. പടക്കളം ഇന്ന് പൊന്നാനിയിലാണ്. രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും ഒക്കെ ഏറെ പ്രത്യേകതകളുള്ള മണ്ണിൽ ഇന്ന് നമ്മോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ യുവമോർച്ച നേതാവുമായ രവി തേലത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇഫ്തിഖാർ ഉദ്ദീൻ, CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP സക്കറിയ. വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങൾ, വികസന പ്രശ്നങ്ങളൊക്കെ ഈ ചർച്ചയിൽ ഉന്നയിക്കും. ഈ ചർച്ചയിൽ അതിഥികൾക്ക് പുറമെ ഈ നാട്ടിലെ ബഹുമുഖ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന, സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം 3 നേതാക്കന്മാരും അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. ദേശീയ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും സംസ്ഥാന തലത്തിലെയും പൊന്നാനിയിലെ പ്രത്യേകിച്ച് ഇവിടുത്തെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ശ്രീ രവി, എന്താണ് BJPയുടെ കാഴ്ചപ്പാട്? കഴിഞ്ഞ 5 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 45 വർഷക്കാലം കോൺഗ്രസ്സുകാർ ഭരിച്ച ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ കാലത്ത് സാധിക്കാത്ത അതിവേഗത്തിലുള്ള പരിഷ്കരണ പരിപാടികളും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും വികസന നേട്ടങ്ങളുമായി ഗവൺമെൻറ് 5 വർഷക്കാലം പൂർത്തിയാക്കുകയാണ്. പ്രധാനമായും സാധാരണക്കാരനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ, അത് സാധാരണ ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക്, തൊഴിലാളികൾക്ക്, പിന്നോക്കക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ വലിയ ഗുണകരമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് OBC ജനവിഭാഗങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്കായി പ്രത്യേകം ഒരു വകുപ്പ് രൂപീകരിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് കേന്ദ്രത്തിൽ വേണമെന്ന് നിരവധി കാലമായി പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ തുടർച്ചയായി പിന്തുണച്ചിരുന്ന ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളായി അവഗണിച്ചതാണ് മത്സ്യത്തൊഴിലാളികളെയും അവരുടെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ടിട്ട ആളുകളെയും. അവർക്ക് അത്തരത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്രം ഒരു വകുപ്പ് പ്രത്യേകം രൂപീകരിച്ചിരിക്കുകയാണ്. തീരദേശവാസികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള തീരദേശ നിയമത്തിൻ്റെ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട CRZ ബന്ധപ്പെട്ടിട്ടുള്ള 100 മീറ്റർ പരിധി നിലനിൽക്കുന്നുണ്ട്. ആ 100 മീറ്റർ പരിധി 50 മീറ്ററാക്കി ചുരുക്കണമെന്ന ആവശ്യം വളരെ വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നതാണ്. അവർക്ക് വീട് വെക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിൻ്റെ പദ്ധതികൾ കൊടുത്ത സ്ഥലത്ത് അവർക്ക് വീട് വെക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നിലവിലുള്ള വീട് അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുന്നില്ല. ഉള്ള വീടുകൾക്ക് നമ്പർ ഇടാൻ സാധിക്കുന്നില്ല. എല്ലാവരും പറയുന്ന പരാതിയാണ്. നാളെ ഇതുവരെ അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ്റുകൾക്കും സാധിച്ചിട്ടില്ല. അത് ചെയ്തു കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഗവൺമെൻറ്റാണ്. സാധാരണ ആളുകളെ, തൊഴിലാളികളായ ആളുകളെ, കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള 6000 രൂപ എല്ലാ വർഷവും അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന കിസാൻ സമ്മാൻ നിധി ഈ ഗവൺമെൻറ് നടപ്പിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിരവധി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ, സമയബന്ധിതമായി പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ബന്ധു നിയമന വിവാദവുമായി, അതുപോലെ തന്നെ നിയമനത്തിലുണ്ടായിട്ടുള്ള സ്വജനപക്ഷപാതവുമായി, രാഷ്ട്രീയപരമായി പോലീസിന് ഇടപെടുന്നതിൽ, ശബരിമല വിഷയത്തിൽ ആളുകളുടെ വിശ്വാസികളുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിൽ, അക്രമ രാഷ്ട്രീയത്തിൽ, കൊലപാതക രാഷ്ട്രീയത്തിലുള്ള പ്രശ്നം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ നിൽക്കുന്നു. പൊന്നാനിയിലേക്ക് വന്നാൽ പൊന്നാനിയിൽ ഒരു MP ഉണ്ട്. അദ്ദേഹം പ്രളയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആകെ പ്രശ്നം നടക്കുമ്പോൾ അദ്ദേഹം ഗൾഫിലേക്കാണ് പോയത്. അദ്ദേഹം ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആകെ താല്പര്യം രാജ്യത്താകമാനമുള്ള മതന്യൂനപക്ഷങ്ങളെ ഭയപ്പാടിലേക്ക് കൊണ്ടുപോയി ഭീകരവാദത്തിൻ്റെതായിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥയിലേക്ക് അവരെത്തിക്കാൻ വേണ്ടിയിട്ട് സാക്കിർ നായിക്കിനെ പോലുള്ള തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട നിലപാടാണ് ET മുഹമ്മദ് സ്വീകരിച്ചത്. വികസന പദ്ധതികളുടെ കാര്യത്തിലും സമ്പൂർണ്ണമായ പരാജയമാണ്. ഇഫ്തിഖാറുദ്ദീൻ, എന്താണ് UDFന്റെ നിലപാട്? UDFന്റെ MP ആണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിനെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. ഞാൻ പറയാം. അച്ഛാദി നാനേ വാലാഹേ എന്നാണ് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞത്. ആർക്കാണ് അച്ഛാദിൻ വന്നത് എന്നാണ് ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത്. നീരവ് മോദിയെപ്പോലെ, ലളിത് മോദിയെപ്പോലെ, കൊത്താരിയെപ്പോലെ,
വൻകിട കൊള്ളക്കാരായ അംബാനിയെ പോലെയുള്ള ആളുകൾക്കല്ലാതെ ഇന്ത്യയിലെ സാധാരണക്കാരൻ ഇപ്പോൾ 6000 രൂപ കൊടുക്കും, ഒന്നാം ഗഡു 2000 രൂപ വരികയാണ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് 15 ലക്ഷം രൂപ നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് എത്തിക്കും ഈ ഗവൺമെൻറ് എന്നാണ്. എത്ര പേരുടെ വീട്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ഒരു നയാ പൈസ ഈ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എത്തിച്ചു എന്ന് പറയാൻ സന്നദ്ധമാകണം. 2 കോടി ആളുകൾക്ക് പ്രതിവർഷം രാജ്യത്തിനകത്ത് തൊഴിൽ നൽകുമെന്നാണ് പറഞ്ഞത്. 25 ലക്ഷം ആളുകൾക്ക് മാത്രമേ ഇതുവരെ തൊഴിൽ നൽകാൻ ഗവൺമെൻറ്റിന് സാധിച്ചുള്ളൂ എന്നാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വരെ. എന്ത് നേട്ടം സാധാരണക്കാരനുണ്ടായി? ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഗ്യാസ് സിലിണ്ടർ തലയിലെത്തിയാണ് ഓടിയിരുന്നത്. നിങ്ങളുടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ വലിച്ചുകൊണ്ടാണ് ഓടിയത്. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 300% രാജ്യത്ത് വർദ്ധിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഞങ്ങൾ ഭരിക്കുമ്പോൾ $144. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് $114 ഒരു ബാരലിൻ്റെ കണക്കാണ്. ഇന്ന് അതിൻ്റെ വില $76, $36 വരെയായി. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ റെക്കോർഡ് വിലയോടുകൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച ഭരണകൂടം ഏത് എന്ന് ചോദിച്ചാൽ മോഡി സാഹിബ് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ കേരളം ഭരിച്ച ഗവൺമെൻറ്റിന് കീഴിലാണ്. ഇതിനകത്ത് 19 രൂപ 48 പൈസ പെട്രോളിൽ നിന്ന് 1 ലിറ്ററിന് പോകുന്നത് നരേന്ദ്രമോദിക്കാണ് എങ്കിൽ 1 ലിറ്ററിന് എക്സൈസ് ഡ്യൂട്ടിയായി നമ്മുടെ കേരള ഗവൺമെൻറ് എടുക്കുന്നത് 17 രൂപ 59 പൈസ. ഇന്ത്യ ഗവൺമെൻറ് 1 ലിറ്റർ ഡീസലിന് എടുക്കുന്നത് 15 രൂപ 33 പൈസ എക്സൈസ് തിരുവയാണ്. 13 രൂപ 20 പൈസ അതേ രൂപത്തിൽ മുണ്ടെടുത്ത മോഡിയായിട്ടുള്ള നമ്മുടെ പിണറായി സഖാവും എടുക്കുന്നുണ്ട്. ഈ പാവപ്പെട്ടവനെ ഊറ്റിയെടുക്കുകയല്ലാതെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 5 വർഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പ്രഖ്യാപിച്ച് എല്ലാവരെയും ശരിയാക്കി. ഇനി ശരിയാക്കാൻ ബാക്കി ആരും തന്നെയില്ല. ശബരിമല വിഷയം ഉൾപ്പെടെ കേരളത്തിനകത്ത് സാധാരണക്കാരൻ്റെ ജീവിതം മുട്ടിച്ച ഒരു ഗവൺമെൻറ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം ഇത്രമാത്രം കുതിച്ചുയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഭരണകൂടം ഒന്നിനും ഇടപെടും, ഞാനതിലേക്ക് വരാം. ഒന്നിലും ഇടപെടുന്നില്ല, രണ്ടും ഒരുപോലെ. ഒന്ന് കോട്ടിട്ട മോടി, മറ്റൊന്ന് മുണ്ടെടുത്ത മോടി. കാനം സഖാവ് പറഞ്ഞതാണ് യഥാർത്ഥം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞത്. അതോടൊപ്പം നമ്മുടെ നിയോജക മണ്ഡലത്തിലേക്ക് വരട്ടെ. പൊന്നാനിയിൽ എന്ത് വികസനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്? റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ ET സാഹിബ് കടന്നുപോയപ്പോൾ 18 കോടി 5 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പൂർത്തീകരിച്ചത്. ഈ സമയത്തിനകം പൂർത്തീകരിച്ച പദ്ധതിയുടെ കണക്ക് 18.5 കോടി രൂപ. തിരൂരിൽ 8 കോടി ചെലവഴിച്ചു. പരപ്പനങ്ങാടിയിൽ 3 കോടി, കുറ്റിപ്പുറത്ത് 3 കോടി. ട്രെയിനിന് സ്റ്റോപ്പില്ല എന്ന പരാതി അതീവ ശക്തമായി നിലനിന്നിരുന്നെങ്കിൽ അന്ത്യോദയക്ക് നമ്മുടെ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റിക്ക് താനൂരിൽ, കുറ്റിപ്പുറത്ത് യശ്വന്ത്പൂർ, മരൂസാഗർ എക്സ്പ്രസിന് തിരൂരിൽ, അതുപോലെ ഓവർ ബ്രിഡ്ജുകൾ എല്ലാ രൂപത്തിലും അടിസ്ഥാന സൗകര്യം. ഫിഷിംഗ് ഹാർബർ താനൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. 44 കോടി രൂപ, 75% കേന്ദ്രത്തിന്റെ ഫണ്ടോടുകൂടി താനൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫിഷിംഗ് ഹാർബർ. കാർഷിക മേഖലയിൽ തൃശൂർ പൊന്നാനി കോൾ വികസനത്തിനായി ബൃഹത്തായ പദ്ധതി. അതിന്റെ വികസനത്തിന് 300 കോടി രൂപ ഇതിനകം കഴിഞ്ഞു. അവസരം വരും. ഇതാണ് പറയാൻ സമ്മതിക്കും. അല്ല, പറയാൻ സമ്മതിക്കും. പറഞ്ഞാൽ ET മുഹമ്മദ് ബഷീർ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഏറ്റവും നല്ല കേരളത്തിനകത്ത് രാജ്യത്തിന് വേണ്ടത് അഭിപ്രായം പറയുന്നവരെയാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ശബ്ദം രാജ്യത്തിന്റെ ശബ്ദമായി നിലനിൽക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഇല്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിച്ചത് ET ആണ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ മുത്തലാഖ് വിഷയം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും ശ്രദ്ധേയമായ അഭിപ്രായം നമ്മുടെ പൊന്നാനിയുടെ അഭിപ്രായമായിരുന്നു. പാർലമെന്റിൽ ഇൻടോളറൻസുമായി ബന്ധപ്പെട്ട സെഷൻ വന്നപ്പോ പൊന്നാനിയുടെ അഭിപ്രായം കൃത്യമായി ഉണ്ടായി. നമുക്ക് തിരിച്ചെത്താം. LDFന്റെ പ്രതിനിധി കൂടി സംസാരിക്കാനുണ്ടല്ലോ. എന്താണ് LDFന്റെ നിലപാട്? VP സക്കറിയ വ്യക്തമാക്കും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം ഈ രാജ്യത്തെ ആകെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിപ്പോൾ തൊഴിൽ കൊടുക്കുകയല്ല, തൊഴിൽ ഇല്ലാതാക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിൽ വന്നതാണ് നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായി 100-ലധികം ആളുകൾ ATM കൗണ്ടറിൻ്റെ മുന്നിൽ 2000 രൂപയ്ക്ക് വേണ്ടി ക്യൂ നിന്ന് മരണപ്പെട്ടവരാണ്. തൊഴിലില്ലാതാക്കുക എന്ന് ഞാൻ പറയുമ്പോൾ GST, ഇവിടെ അസംഘടിത മേഖലയിൽ 970 ലക്ഷവും പരമ്പരാഗത മേഖലയിൽ 830 ലക്ഷവും തൊഴിൽ നഷ്ടപ്പെട്ടു. 5.5 ലക്ഷം വരുന്ന ചെറുകിട കച്ചവടക്കാർ അടച്ചു പൂട്ടി കൂടിപ്പോയി.
നിങ്ങളറിയണം കൃഷിക്കാരൻ്റെ വിഷയം. ഇവിടെ കൃഷിക്കാരൻ്റെ ഒരുപാട് കാര്യം രവി പറയുന്നത് കേട്ടു. 6 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഉജ്ജ്വലമായ കർഷക പോരാട്ടം എന്തുകൊണ്ടാണ്? 25,000 രൂപയും 50,000 രൂപയും ബാങ്കിൽ നിന്ന് കടം വാങ്ങിയ ആ കൃഷിക്കാരൻ കൃഷി ചെയ്ത് ആ കൃഷി പ്രളയം കൊണ്ടും വരൾച്ച കൊണ്ടും നശിച്ചുപോയി. ബാങ്കിൽ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അത് എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സമരത്തെ മധ്യപ്രദേശിൽ വെടിവെച്ചാണ് കൊന്നത് 6 പേരെ. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും നടന്ന ഉജ്ജ്വലമായ കർഷക പോരാട്ടങ്ങൾ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്. അവരുടെ ബാങ്ക് കടം എഴുതി തള്ളാനല്ല നരേന്ദ്രമോദി ശ്രമിച്ചത്. മറിച്ച് ഇവിടെ എഴുതിത്തള്ളി 2.5 ലക്ഷം കോടിയുടെ കോർപ്പറേറ്റുകളുടെ 1.5 ലക്ഷം കോടി രൂപയുടെ തള്ളാൻ റെഡിയായിട്ട് വെച്ചിരിക്കുക. എത്രയെന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ നീരവ് മോഡി, ദളിത് മോഡി 17,000 കോടി നീരവ് മോഡി, 20,000 കോടി ദളിത് മോഡി, 1,400 കോടി വിജയ് മല്യ, അങ്ങനെ തുടങ്ങുന്ന കോർപ്പറേറ്റുകളുടെ എഴുതി തള്ളുമ്പോൾ ബാങ്ക് കടാണ്, നികുതിയല്ല. എഴുതി തള്ളുമ്പോൾ 25,000 രൂപ കടം വാങ്ങിച്ച് കുടുംബം പോറ്റുന്ന കൃഷിക്കാരൻ്റെ കടം എഴുതി തള്ളാത്തത് കൊണ്ട് ഓൻ ആത്മഹത്യ ചെയ്യുക. അരമണിക്കൂറിൽ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ശക്തിയായ ഇന്ത്യയിൽ എല്ലാ കർഷക സംഘടനകളും ചേർന്നിട്ടുള്ള പോരാട്ടം, തൊഴിലാളികളുടെ പോരാട്ടം, ഇതെല്ലാം ശക്തിയായി വരിക. അങ്ങനെ ശക്തിയായി വരുമ്പോഴാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പും 18 ബൈ ഇലക്ഷൻ നടന്നതിൽ 14 BJPക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായി BJP നഷ്ടപ്പെടുന്ന കാഴ്ച ഒരു ഭാഗത്ത് കാണുക. ഇവിടെ ഇനി വരാൻ പോകുന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മതേതര ഗവൺമെൻറ് ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ്. ആ മതേതര ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് കോൺഗ്രസിനാണ് അത് സാധിക്കുന്നത്. കോൺഗ്രസിന് ഇവിടെ മതേതര ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ? കാരണം എന്തുകൊണ്ടാണ്? കോൺഗ്രസിൽ ജയിക്കുന്ന MP-മാരും MLA-മാരും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 4 ആൾ BJPയുടെ റിസോർട്ടിലാണ്. എവിടെയുള്ള? കർണാടകത്തിലെ. ആ 2 വർഷം മുമ്പാണ് അരുണാചൽ പ്രദേശിലെ 43 MLA-മാരിൽ മുഖ്യമന്ത്രി അടക്കം 41 പേർ എങ്ങോട്ട് പോകുന്നത്? BJPയിലേക്ക് പോവുക. ഇന്ത്യയാകെ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. അതുകൊണ്ട് ഒരിക്കലും മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. ഇവിടെ വേണ്ടത് ഒരു ശരിയായ ബദലാണ്. ഈ മുതലാളിത്ത നയത്തിന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് നയത്തിനുള്ള ഒരു ബദൽ ഗവൺമെൻറ്റാണ്. ആ ബദൽ ഗവൺമെൻറ്റിൻ്റെ മാതൃകയാണ് ആ ബദൽ ഗവൺമെൻറ്റിൻ്റെ മാതൃകയാണ് കേരളത്തിലെ 2.25 കൊല്ലക്കാലത്തെ ഈ ഭരണം. ഏത് സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവരെ, സ്ത്രീകളെ, സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള മുഴുവൻ ആളുകളും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കഴിഞ്ഞ 2.25 കൊല്ലക്കാലം കൊണ്ട് ഈ കേരളത്തിൽ നടപ്പാക്കിയത്. എല്ലാവരും അംഗീകരിക്കുന്നു. നിരവധി ആളുകൾ, MP-മാർ, കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് അടക്കം കേരളത്തിൻ്റെയും തൻ്റെ മണ്ഡലത്തിൻ്റെയും വികസനത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇത്തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് തികച്ചും ഇടതുപക്ഷ ബദലാണ്. ആ ബദലിൻ്റെ മാതൃകയായി ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊന്നാനി നമുക്കറിയാം, E.T. മുഹമ്മദ് ബഷീർ 10 വർഷമായി. അതിനു മുമ്പും സ്ഥിരമായി മുസ്ലിം ലീഗാണ് വിജയിച്ചു പോകുന്നത്. സ്ഥിരമായി മുസ്ലിം ലീഗ് ഇവിടുന്ന് വിജയിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഒരു വികസനവും നടത്താനില്ലെങ്കിലും ഞങ്ങൾക്ക് വോട്ടുണ്ട് എന്ന അഹങ്കാരമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് എടുത്ത് പറയത്തക്ക കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയിരുന്നാൽ ഞാൻ അന്ന് സൂചിപ്പിച്ച് 32 വണ്ടി കടന്നു പോകുമ്പോൾ 5 വണ്ടികൾക്ക് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പുണ്ട്. തിരൂരിൽ അല്ലേ, ഷൊർണൂരിൽ നിന്ന് വിട്ടാൽ കോഴിക്കോടാണ് പല തീവണ്ടികൾക്കും സ്റ്റോപ്പുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ സ്റ്റോപ്പ് പോലും അനുവദിക്കാൻ ഈ E.T. മുഹമ്മദ് ബഷീറിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എടുത്തു പറയത്തക്ക എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ ബഹുമാന്യനായ E.T. മുഹമ്മദ് ബഷീർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നീണ്ടതും അനിശ്ചിതത്വത്തിലായതും അതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അവർ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവസരമാണ്. ഈ 3 നേതാക്കൾ, NDAയും അതുപോലെ UDF-നെയും LDF-നെയും പ്രതികരിച്ചുകൊണ്ടുള്ള നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അവരോട് ഓരോ വിഷയങ്ങളെക്കുറിച്ചും വളരെ സമഗ്രമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. അത് വളരെ ചുരുക്കി ചോദിക്കുന്നതിന് ശ്രദ്ധിക്കണം, വളരെ പരത്തി ചോദിക്കരുത്. നമുക്ക് സമയക്കുറവുണ്ടാവുകൊണ്ട് തന്നെ ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ആ ചോദ്യം ആരോടാണ്? കോൺഗ്രസിലെ ഇഫ്തിഖാറുദ്ദീനോട്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു E.T. മുഹമ്മദ് ബഷീർ കഴിഞ്ഞ 10 വർഷമായി ഈ പൊന്നാനി മണ്ഡലത്തിൽ വലിയ വികസന വിപ്ലവം നടത്തിയെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്ര വലിയ വികസനം നടത്തിയ E.T. മുഹമ്മദ് ബഷീർ ആണെങ്കിൽ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ E.T. മുഹമ്മദ് ബഷീറിനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കരുത്, മത്സരിപ്പിച്ചാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല, തോൽപ്പിക്കും എന്ന് പറയാനുള്ള കാരണം എന്ത്? അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് നമ്മൾ അറിയിക്കണം. കോൺഗ്രസിന്റെ നിലപാട് E.T. ആണോ അല്ലേ എന്നുള്ളതല്ല,
UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണോ അയാളെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ല, അത് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം ഞങ്ങൾ പറയും. ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ET നിർബന്ധമായും ഇന്ത്യൻ പാർലമെന്റിൽ വേണം. നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ അഭിപ്രായം ET ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമാണ്. അദ്ദേഹത്തെ മാറ്റിവെച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ കടന്നു വരരുത് എന്ന അഭിപ്രായമാണ്. മാത്രവുമല്ല, ഈ കാണുന്ന വികസനം, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. കാലങ്ങൾക്ക് മുമ്പേ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അന്ന് അതിനെ എതിർത്ത് നിന്നിരുന്ന ആളുകൾ, നമ്മുടെ കുറ്റിപ്പുറം പാലം ഉണ്ടാക്കുമ്പോൾ അന്ന് അതിനെ എതിർത്ത ആളുകൾ ഇന്ന് അതിലൂടെ നല്ല രൂപത്തിൽ കടന്നു പോകുമ്പോൾ അതൊന്നും ഇന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിർക്കുക എന്നത് സ്വാഭാവികമായും കടന്നു വരുന്ന ഒന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ആര്യാടൻ മുഹമ്മദ് നിങ്ങളുടെ നേതാവാണല്ലോ, കോൺഗ്രസിന്റെ ആണോ? നിങ്ങൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ആണോ അല്ലയോ നിങ്ങൾ ഒന്ന് പറയണമെന്ന് ഞങ്ങളോട്. അങ്ങനെയാണെങ്കിൽ വളാഞ്ചേരിയിൽ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ വർഗീയവാദിയാണെന്ന് വ്യക്തമായിട്ട് വളാഞ്ചേരിയിൽ പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം. എങ്ങനെയാണ് നിങ്ങൾ ഉദാഹരണം പറഞ്ഞു? എങ്ങനെയാണ്? ആണോ അല്ലേ? സംശയം വേണ്ട. ആര്യാടൻ അങ്ങനെ ഒരു അഭിപ്രായം തന്നെ ഇല്ല. ആര്യാടൻ നേരിട്ട് പറയാൻ സന്നദ്ധാണ്. നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ നേതാവാണ്. കോൺഗ്രസിന്റെ നേതാവിന് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം നേരിട്ട് വരും. ഇനി തെരഞ്ഞെടുപ്പ് സമയത്ത് ആര്യാടൻ ഇവിടെ തന്നെ എത്തും. നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്ത് വന്നും ആര്യാടൻ ETക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. ആര്യാടൻ ഒരു നിലപാടേ ഉള്ളൂ, മതേതര നിലപാടാണ്. ചോദ്യങ്ങൾ ഇഫ്തിഖാരോട് മാത്രം എല്ലാവരും കൂടി ചോദിക്കട്ടെ, എല്ലാ നേതാക്കന്മാരോടും ചോദിക്കണം. ഒരാളോട് മാത്രം ചോദ്യം ഒതുങ്ങരുത്. ആരോട് ചോദ്യം? ആരോടാ? എന്റെ ചോദ്യം തേലത്തിനോടാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. ഇയാൾ പറഞ്ഞത് കുറേ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്നാണ്. നിരവധി തൊഴിലുകൾ, ഓരോ വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ജനം ഇവിടെ ഈ 5 വർഷമായിട്ട് ഭയാശങ്കയിലാണ്, ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും. എന്താണോ രാജ്യത്ത് നടക്കാൻ പോകുന്നുള്ള ഭയാശങ്കയാണ്. ഇനി നിങ്ങളൊരു 5 കൊല്ലം വന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ ഈ രാജ്യത്തുണ്ടാവുമെന്ന് സംശയത്തിലാണ് ഞങ്ങൾ. ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. രവി, എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആശങ്കയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഈ 5 വർഷക്കാലത്തെ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഇഫ്തിഖറുദ്ദീൻ തന്നെ പറഞ്ഞു, പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനങ്ങളടക്കം അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ET മുഹമ്മദ് ബഷീർ MP ആയിരിക്കുമ്പോഴാണെങ്കിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയാണ്. ഇവിടെ പൊന്നാനിയിൽ നിന്ന് MP ആയി വിജയിച്ചു പോയ അഹമ്മദ് സാഹിബ് ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് വരൂ. വരണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ചോദ്യം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞ ഭയാശങ്കയെ കുറിച്ച് ആ ഒരു മറുപടി പറഞ്ഞിട്ടേ ഞാൻ നിർത്തൂ. അല്ല, അത്രയും സമയത്ത് വളരെ ചുരുക്കി ഉത്തരം പറയണം. തീർന്നില്ല. അല്ലല്ല, നിങ്ങൾ ദയവായി നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാം. രവി ചോദ്യത്തിന് ഉത്തരം പറയണം. എന്തായാലും അതല്ലേ വേണ്ടത്. പരസ്യപ്പെടുന്ന 3 പേരോടും ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലും ഉത്തരത്തിലേക്കും വരും. എന്താ പ്രശ്നം അറിയോ? ഇതിലെന്താ വിഷയം എന്നറിയോ? ഞാൻ ആദ്യം പ്രസന്റ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ കൗണ്ടർ ചെയ്തിട്ട് അവർ പറഞ്ഞു അവിടെ നിൽക്കുകയാണ്. ഇത് ജനം അത് അംഗീകരിച്ച് നിൽക്കും. എനിക്ക് പറയാനുള്ള വിശദീകരണം അതിന്റെ കൂടെ രവി, നിങ്ങൾ ഈ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയോ? അല്ലെ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അല്ല, അതിലേക്ക് എത്തും. അത് നിങ്ങൾക്ക് വേറെ അവസരം വരുന്നേ, അതിന് അവസരം വരും. അതല്ലേ ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യം. ചോദ്യത്തിന് ഉത്തരം പറ നിങ്ങള്. അല്ല, അടുത്ത ചോദ്യം. ആരോടാ ചോദ്യം? ആരോടാ? സുഹൃത്ത് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. VP സെക്രട്ടറിയോടാണ്. അതായത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ബദൽ ഗവൺമെന്റ് രാജ്യത്ത് രൂപപ്പെടും, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലാണ്. എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളോട്. അതായത് രാജ്യത്ത് നിങ്ങൾ കാലാകാലം മത്സരിച്ച് വന്നപ്പോൾ ആദ്യം 64 സീറ്റ് ഉണ്ടായിരുന്നു, പിന്നീട് അത് 14 സീറ്റായി. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ ബദൽ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ മായാവതിയുമായൊക്കെ സംബന്ധിച്ച് ഒരു മുന്നണി ഉണ്ടാക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭരണത്തിൽ വരുന്നൊക്കെ പറഞ്ഞതായിരുന്നു. അന്ന് നിങ്ങൾക്ക് കിട്ടിയത് വെറും 9 സീറ്റുകളാണ്. ഇങ്ങനെ പൂളക്കിഴങ്ങ് പോലെ ഭൂമിയുടെ അടിയിലേക്ക് പോകും പോലെ വളർച്ച മുരടിച്ചിരിക്കൊണ്ടിരിക്കുന്ന CPIM-ന് എങ്ങനെയാണ് ഒരു ബദൽ ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയുക? കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ BJP-യുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ലാത്ത ഈ ഇലക്ഷനിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു കാൻഡിഡേറ്റ് അഥവാ ജയിച്ചു പോവുകയാണെങ്കിൽ ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്? പാർലമെന്റിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതിലാണ് ചോദ്യം. LDF ഇന്ത്യൻ പാർലമെന്റിൽ 5-ൽ 4 ഭൂരിപക്ഷം ഉണ്ടായിരുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഏറ്റവും തകർന്ന് 44 സീറ്റിലേക്ക് താണത്.
പറയട്ടെ, നീ CPMന്റെ സീറ്റ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ കുറയുകയും ചെയ്യും. 2004 ഈ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിച്ചത് CPM-ഉം ഇടതുപക്ഷവുമാണ്. ആ CPM-ഉം ഇടതുപക്ഷവും ഏതെങ്കിലും ഒരു ഉപപ്രധാനമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും എന്ന അർത്ഥത്തിലല്ല, മറിച്ചെന്താ, ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്തുണച്ചത്. ഇപ്പോഴും എന്താ, ഈ രാജ്യത്ത് കോൺഗ്രസിന് ഒറ്റക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കൂ? കോൺഗ്രസും മുസ്ലിം ലീഗും ET മുഹമ്മദ് ബഷീറും ചേർന്നാൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കൂ? അല്ല. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താ, ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാവണം. ആ മതേതര ഗവൺമെന്റിന്റെ ചാലക ശക്തിയായി മാറാൻ, അതിനെ നേർവഴിക്ക് കൊണ്ടുപോരാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ ബ്ലോക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ സകല കോൺഗ്രസും എന്താവും? സകല കോൺഗ്രസും BJP ആവും. ഞാൻ പറയട്ടെ, ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ മുന്നണികൾ രൂപപ്പെട്ടു വരികയാണ്. ആ മുന്നണികളെല്ലാം മതനിരപേക്ഷ മുന്നണിയാണ്. നമ്മൾ പറയുന്നത് എന്താ, BJP-യുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒന്നിച്ചാണ് അണിനിരക്കേണ്ടത്. ഒരു മണ്ഡലത്തിൽ ഒരു ഭാഗത്ത് BJP-യും മറ്റെല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുമ്പോൾ അവിടെ ഏത് സ്ഥാനാർത്ഥിക്കാണോ വിജയ സാധ്യത എങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് BJP-യെ പരാജയപ്പെടുത്തണം. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അതാണ് CPM-ന്റെ നയം. ചോദ്യം ആരോടാണ്? കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, ചോദ്യം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. മിസോറാമിൽ കോൺഗ്രസ് ജയിച്ചു, BJP ഭരിക്കുന്നു. ഗോവയിൽ കോൺഗ്രസ് ജയിച്ചു, BJP ഭരിക്കുന്നു. ഈ അവസ്ഥയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിൽ കോൺഗ്രസ് ജയിച്ചാലും ഒരുപക്ഷെ BJP-യെ ഭരിക്കാൻ നിങ്ങൾ അനുവദിക്കും എന്നാണ്. നമ്മൾ അതാണല്ലോ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞത് കർണാടകയിൽ. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ചെന്ന് കോടതിയിൽ എത്തിയതും കോൺഗ്രസിന്റെ നേതാവ് വളരെ വ്യക്തമായി നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇതുപോലെ അട്ടിമറികൾ പലതും നടത്താൻ ശീലിച്ചവരാണ് നമ്മുടെ BJP-യുടെ നേതൃത്വം എന്നത് എല്ലാവർക്കും അറിയാം. കർണാടകയിൽ അതുകൊണ്ടാണ് അത്തരം ഒരു നീക്കം നടന്നത്. ഇപ്പോൾ ഒന്നിച്ച് തോൽക്കാൻ 3 സംസ്ഥാനങ്ങളും ഒന്നിച്ച് തകർന്നു. 5 സംസ്ഥാനങ്ങളിലും തോറ്റു. 3 കോൺഗ്രസിന്റെ കൈകളിലെത്തി. കർഷകന്റെ കടം മുഴുവൻ എഴുതി തള്ളി. പാവങ്ങൾക്ക് അനുകൂലമായ ഗവൺമെന്റായി മാറി. അദ്ദേഹം ചോദിച്ചെന്താ വെച്ചാൽ, കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ഈ ഗോവ പോലെ ആവർത്തിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു ആ മോഡലില്ലെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. അതല്ല, ചോദ്യം അതാണ്. പറയട്ടെ, ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ക്ഷണിക്കണം. അത് ക്ഷണിക്കാതെ ഗവർണർ എടുത്ത തീരുമാനമാണത്. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. BP സക്രിയോടാണ്. കർഷകരുടെ വിഷയം നിങ്ങളിടത്ത് ഞങ്ങൾ പറഞ്ഞു. NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഭരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം നടപ്പിലാക്കിയ കുറച്ച് പദ്ധതികളുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ കാർഷികരുടെ കടം എഴുതി തള്ളുകയല്ല ഒരു ജനാധിപത്യത്തിൽ അധികാരത്തിൽ വന്നൊരു സർക്കാരിൻ്റെ പണി. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫസൽ ബീമാ യോജന എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്താണെന്ന് BP സക്രിയ ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ സമരം മുഴുവൻ, മഹാരാഷ്ട്രയ്ക്ക് നടത്തിയ സമരം പൊളിഞ്ഞ് അവസാനം അവിടുന്ന് പോരേണ്ട ആളുകൾക്ക് മുഴുവൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുള്ള ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ. ഒരു ചോദ്യം, നിങ്ങൾ ഈ വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർഷകരുടെ മാത്രം ഉന്നമനം കൊടുത്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കി ഏതെല്ലാം പദ്ധതികളുണ്ട്? നിങ്ങൾ എന്താണ് വെക്കാൻ പോകുന്നത് അവരുടെ മുന്നിൽ? കർഷക ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ കേരളത്തിൽ ഒരു കാർഷിക സംസ്കാരം തന്നെ കൊണ്ടുവന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കാണാൻ സാധിക്കും, തരിശുപോട്ടുള്ള എല്ലാ വയലുകളും ഇപ്പോൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുക, പുഴകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജലസേചനത്തിന് വേണ്ടി, അതുപോലെ തന്നെ കാർഷിക രംഗത്തുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ഇപ്പോൾ ഒരു 6000 റുപ്യ കൊടുത്ത് 2000 റുപ്യ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ കേരളത്തിൽ 1200 റുപ്യ ഒരു കൃഷിക്കാരന് പെൻഷൻ കൊടുക്കുക ഒരു മാസം. എന്നിട്ടാണ് 6000 റുപ്യയിലെ 200 റുപ്യ ഇപ്പോൾ ഗഡു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെൻറ്റാണിത്. എന്നാൽ BJP ഗവൺമെൻറ് കൃഷിക്കാരനെ തകർക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റാണ്. അവർ പറഞ്ഞെന്താ, ഉൽപാദന മൂല്യത്തിൻ്റെ 1.5 മടങ്ങ് തറവില നിശ്ചയിക്കും. അല്ലേ? തറവില നിശ്ചയിച്ചോ? തറവില നിശ്ചയിച്ചിട്ടില്ലല്ലോ. അപ്പം കൃഷിക്കാരനെ തകർക്കുന്ന ഗവൺമെൻറ് ആയിട്ടാണ് ആര് മാറിയത്? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാറിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാവ് ഇഫ്തിഖാർ അദ്ദേഹത്തോടെ ചോദിക്കുന്നത് ചോദ്യം ഇതാണ്. താങ്കൾ ഇവിടെ പറഞ്ഞു പൊന്നാനിയുടെ ശബ്ദമായി ET മുഹമ്മദ് ബഷീർ മുത്തലാഖ് വിഷയത്തിൽ പാർലമെന്റിൽ ശക്തിയുക്തം ശബ്ദിച്ചുവെന്ന്. ചോദ്യം ഇതാണ്, ലീഗിന്റെ സമുന്നതനായ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്
പിന്നെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ പിന്നെ ന്യൂനപക്ഷത്തെ ഒരു മതത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ആ പാർലമെന്റിലെ പ്രധാനപ്പെട്ട സമയത്ത് നിന്ന് വിട്ടുനിന്ന് ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് അതിൽ പങ്കെടുത്തതിനെതിരെ വിമർശനം സമുദായത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും വന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് UDF എടുത്തൊരു തീരുമാനം ഞങ്ങൾ ബഹിഷ്കരിക്കാനാണ്, വിട്ടുനിൽക്കാനാണ്. ET മുഹമ്മദ് ബഷീർ അങ്ങനെയാണെങ്കിൽ UDFന്റെ തീരുമാനം അറിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ നിങ്ങളത് വലിയ കേമമായി ഏറ്റെടുക്കുമ്പോൾ UDF എന്ന് പറയുന്ന കോൺഗ്രസും ലീഗും അത് വിട്ടുനിന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നൊന്ന് വിശദീകരിക്കണം. അത് പാർട്ടിയുടെ തീരുമാനം, മുസ്ലിം ലീഗിന്റെ തീരുമാനമായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് ഇറങ്ങിപ്പോകാനാണ് തീരുമാനിച്ചത്. കോൺഗ്രസ് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചത്. മുസ്ലിം ലീഗിന്റെ തീരുമാനം മുസ്ലിം ലീഗ് പാർട്ടി എടുക്കും. ഓരോ പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇറങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം രേഖപ്പെടുത്തും. അതിനകത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ വോട്ട് ചെയ്യും. അത് നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് പൊന്നാനി നിയോജകമണ്ഡലമാണ്, ഇത് പൊന്നാനിയാണ്. വെറുതെ ഒച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. മുസ്ലിം ലീഗിന്റെ തീരുമാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർട്ടി പ്രസിഡന്റാ തീരുമാനിക്കാം. ആ തീരുമാനം പാണക്കാട് തങ്ങളാണ് പുറത്ത് പറയാം. ആ തീരുമാനം പാണക്കാട് തങ്ങളുടേതായിരുന്നു. പാണക്കാട് തങ്ങളുടെ അഭിപ്രായം പറയാം. പാണക്കാട് തങ്ങളുടെ അഭിപ്രായം അതാണ്. ആ തീരുമാനമാണ് പാർലമെന്റിനകത്ത് സ്വീകരിക്കപ്പെട്ടത്. എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു പ്രബല കക്ഷിയാണ് മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസുമായിട്ടുള്ള വല്ല ഇടച്ചിൽ കാരണമാണോ അതോ പരാജയ ഭീതി കൊണ്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വല്ല ധാരണ ഈ കോൺഗ്രസ് നേതാവിനുണ്ടോ എന്നൊന്ന് വ്യക്തമാക്കണം. നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു അക്ഷരം പറയാത്ത കമ്മ്യൂണിസ്റ്റുകാരന് ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് വിഷയം പറയുമ്പോൾ കേരളത്തിൽ നിന്ന് എത്ര MP-മാരുണ്ട് കമ്മ്യൂണിസ്റ്റിന്? ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എഴുന്നേറ്റ് ഒരു അഭിപ്രായം എല്ലാ MP-മാരും ഹാജരായ MP-മാരും മുത്തലാഖ് ബില്ലിനെ എതിർത്തു. ഇവിടെ വന്ന് പറഞ്ഞാ പോരാ, മലപ്പുറത്ത് വന്ന് അഭിപ്രായം പറയണം. CPM-ന്റെ ഒരു നേതാവും അഭിപ്രായം പറയാനുണ്ടായിട്ടില്ല. പാർലമെന്റിൽ UDF-ന്റെ നേതാക്കൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഉത്തരം അല്ലതാ ഇതാ VP സക്കറിയ, അതാ VP സക്കറിയന് മറുപടി പറയും. നിങ്ങൾ നിർത്തൂ. അതിനകത്ത് പറ വിമർശനത്തിന് VP സക്കറിയ മറുപടി പറയും. നമ്മുടെ MP എനിക്ക് കൈപൊക്കിയപ്പോ തലചൊറിയാൻ പിന്നെ തോന്നിയത് എന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. ഞാനൊന്നും ഒരു അക്ഷരം ഉണ്ടാറില്ല. ശ്രീമതി ടീച്ചറെ പോലുള്ളവരെ അക്ഷരം പറയാൻ മുത്തലാഖ് വിഷയത്തിൽ കേരളത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിട്ടില്ല. VP സക്കറിയ മറുപടി പറയും. VP സക്കറിയ ഞാൻ പറയാം. അല്ല VP സക്കറിയ അല്ലേ, എനിക്ക് മുത്തലാഖ് വിഷയത്തിൽ വളരെ കൃത്യമായി ആര് മറുപടി പറഞ്ഞു? CPM അതിന്റെ ജനറൽ സെക്രട്ടറി യെച്ചൂരി മറുപടി പറഞ്ഞു. അതുകൊണ്ട് മുത്തലാഖ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അന്ന് ആ സമയത്ത് പാർലമെന്റിൽ ഹാജരായ 8 ഇടതുപക്ഷക്കാർ അഥവാ CPM, ഒരു ഒവൈസി, ഒരു പ്രേമചന്ദ്രൻ, ഇവരാണ് അന്ന് വോട്ട് ചെയ്തത്. ഞാൻ കേന്ദ്രത്തിന്റെ ഒരു നടപടിയെ കുറിച്ച്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ പഠിച്ചു കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷനാ. കാരണം പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇവിടെ ജോലി കിട്ടുമോ, ഗൾഫ് പോയാൽ പോരെന്നാ. കാരണം ഒറ്റ മിനിറ്റ് കാരണം ഞാൻ പറയണത്, ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അത്തരം ആളുകളെ വോട്ടാണ് നിങ്ങൾക്ക് നാളെ ഇവിടെ ഏതായാലും നിങ്ങൾക്ക് സ്ഥാനമില്ല. ബാക്കിയുള്ള മൊത്തത്തിൽ ഇന്ത്യ പറയുമ്പോൾ നിങ്ങൾ തൊഴിൽ നൽകുന്ന പാർട്ടിയാണോ അതോ യുവാക്കളിൽ നിന്ന് തൊഴിലെടുക്കുന്ന പാർട്ടിയാണോ? യുവാക്കൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? യുവാക്കൾക്ക് വേണ്ടി എന്താണ് BJP ചെയ്യുന്നതെന്നുള്ളതാണ്. കേരളത്തിൽ അടക്കം ഇന്ത്യ മഹാരാജ്യത്ത് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതെല്ലാം സർക്കാർ മേഖലയിൽ കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല, നമുക്കൊക്കെ അറിയാം. സർക്കാർ ജോലിക്കപ്പുറത്ത് സ്വകാര്യ മേഖലയിൽ യുവാക്കന്മാർക്ക് സ്വയം സംരംഭം തുടങ്ങാനും അവർക്ക് തൊഴിലെടുക്കാനും മറ്റുള്ളവരുടെ കീഴിൽ തൊഴിൽ ചെയ്യാനും പറ്റുന്ന രൂപത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾ വലിയ തോതിൽ നടപ്പിലാക്കിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. നമ്മുടെ കേരളത്തിലടക്കം, നിങ്ങളെ ഈ മലപ്പുറം ജില്ലയിലടക്കം നിരവധി ഏജൻസികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പണം വാങ്ങിക്കൊണ്ട് ആളുകൾക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളെ സ്കില്ലുണ്ടാക്കുക എന്നുള്ളതാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സ്കില്ല് കൂടി അവരുടെ കയ്യിലെത്തുകയും അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി ലോൺ അനുവദിക്കുകയും ചെയ്തു. 25 ലക്ഷം കുടുംബങ്ങൾ മിനിമം നിങ്ങൾ ഒരു 50,000 കൂട്ടിക്കോ. 50,000 മുതൽ 5 ലക്ഷം വരെയാണല്ലോ, 10 ലക്ഷം വരെയാണല്ലോ മുദ്രാ ബാങ്കിന്റെ ലോണ്. 50,000 വെച്ച് കൂട്ടിക്കോ.
നിങ്ങൾ ആവറേജ് 1 ലക്ഷം കൂട്ടിക്കോ, 25 കുടുംബങ്ങൾക്ക് കേരളത്തിലടക്കം പണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണ്. ശബരിമല വിഷയത്തിൽ അല്ല, അത് ഈ വിഷയം പറയണം, അതുകൊണ്ടാണ്. ശബരിമല വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി. സ്വാഭാവികമാണ്, പരമോന്നതമായ നീതിപീഠത്തിന്റെ വിധിയാണ്. ആ വിധിയെ നമുക്ക് എതിർക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ആ വിധിയിലെ കാര്യങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രതിഷേധം അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ്. ആ പ്രതിഷേധം ഉയർന്നു വരികയും അതിനനുസരിച്ച് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉള്ള ഗവൺമെന്റുകൾ അതിൻ്റെതായ നിലപാടെടുക്കുകയും അവർ ഈ കാര്യങ്ങൾ സുപ്രീം കോടതിയെ പോലുള്ള നീതിപീഠത്തിന് മുന്നിൽ കൃത്യമായി ധരിപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിശ്വാസികൾക്ക് യാതൊരു കാരണവശാലും, നിങ്ങൾ കണ്ടല്ലോ ഈ കേരളത്തിൽ ഒരുപാട് തെരുവുകൾ കണ്ടല്ലോ, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയും കാവുമ്പഴക്കുള്ള തെരുവിൽ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞ് എത്ര മഹിളകൾ പുറത്തിറങ്ങി, നിങ്ങൾ കാണും, നിങ്ങൾ പറയും. അതേസമയത്ത് ഞങ്ങൾക്ക് പോകണ്ട എന്നും സർക്കാരിന്റെ വിധി മാറ്റിവെക്കണം, ആ സർക്കാരിന്റെ ഈ നിലപാട് തിരുത്തണമെന്നും കേരള ഗവൺമെന്റ് നിലപാട് തിരുത്തണമെന്നും സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നുമാണ് നമ്മുടെ ഇവിടുത്തെ മഹിളകൾ ആവശ്യപ്പെട്ടത്. ആ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, കൊടി പിടിക്കാതെ പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയണല്ലോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടും രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടുമാണ്. അതാണ് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദി ഇന്നേ വരെ എഴുന്നേറ്റിട്ടില്ല. ബിജെപിക്കാരൻ ഒരേ ചൗക്കീദാർ ചോർ ഹേ എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ അല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് രണ്ടായിട്ട് നമ്മുടെ ഈ വിധി വരുന്നത് എന്തുകൊണ്ടാണ്? സമയം വളരെ പെട്ടെന്ന് എടുക്കാം. വിധി വരാനുള്ള കാരണം RSSന്റെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് ആദ്യം കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഞാൻ ആളുകളെ പറഞ്ഞുതരാം. ലക്ഷ്മി സേത്ത്, പ്രേരണകുമാരി, അതുപോലെ ലക്ഷ്മി ശാസ്ത്രി, അൽക്കാ ശർമ്മ, സുധാപാൽ. ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് കേൾക്ക് നിങ്ങൾ. ഇത് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഭക്തി പ്രസീജ സേത്ത്, പ്രേരണകുമാരി, ലക്ഷ്മി ശാസ്ത്രി, അൽക്കാ ശർമ്മ, സുധാപാൽ, എല്ലാം RSS, നിങ്ങളാ പോയത്. നിങ്ങളാണ് സ്ത്രീ പുരുഷ വിവേചനമുണ്ട് എന്ന് പറഞ്ഞ് പോയത്. അതിനെ പിന്തുണച്ചത് 2016 സുപ്രീം കോടതി ഉമ്മൻചാണ്ടി സാറോട് ചോദിച്ചു എന്താ അഭിപ്രായം. അന്ന് പറഞ്ഞത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണം, യുവതീ പ്രവേശനത്തിന് നിയന്ത്രണം തുടരണം. വിധി വരുത്തിയത് പിണറായി വിജയനും രാഹുൽ ഗാന്ധി വന്നപ്പോ ഈ രണ്ട് വിമർശനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും VP സക്കറിക്ക് മറുപടി ഉണ്ടാവും. അദ്ദേഹം മറുപടി പറയണം. LDFന്റെ പ്രതിനിധിയിലെ VP സക്കറിയുടെ മറുപടി സംരക്ഷിക്കപ്പെടണം. മറൈൻ ഡ്രൈവിലെ VP സക്കറിയുടെ മറുപടി, LDFന്റെ പ്രതിനിധി LDFന്റെ മറുപടി. അല്ലല്ല, കോൺഗ്രസിന്റെ അഭിപ്രായം കോൺഗ്രസ് അല്ല പറയുന്നത്. പറഞ്ഞു വിശ്വാസം സംരക്ഷിക്കും, വിശ്വാസിയെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശരി LDFന്റെ അഭിപ്രായം. VP സക്കറിയുടെ മറുപടി, LDFന്റെ മറുപടി. LDFന്റെ മറുപടി അല്ലാതെ വളരെ പെട്ടെന്ന് കേട്ടോ. ഇവിടെ കോടതി തോലയിട്ട് മുദ്രാവാക്യം വിളിച്ചാരാന്ന് ഈ രാജ്യത്ത് ജഡ്ജിനെ പ്രതീകാത്മകമായി തൂക്കിക്കൊന്ന നാടാണ്. നിങ്ങൾക്ക് അവസരം തരുന്നുണ്ടല്ലോ, ആ സമയത്ത് പറയാം. അതായത് നമ്മളെ പൊന്നാനി മണ്ഡലത്തിലെ മൂടാൽ ബൈപ്പാസ് ഇപ്പോൾ ഒരു ടീം കേരളത്തെ നവകേരളം സൃഷ്ടിച്ചിട്ടും ബൈപ്പാസിനൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നത്. രണ്ടാമത്തത് ചമ്രവട്ടം പദ്ധതിയുടെ റെഗുലറിൻ്റെ ലീക്കാണ്. ആ ലീക്ക് ഉണ്ടാക്കിയ കാലം മുതൽ ഇന്ന് വരെ വന്ന ഭരണകൂടങ്ങൾ മാറി ഞങ്ങൾ ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞ് കർഷകർക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികളോടെ ചെയ്തു എന്ന് പറയുന്ന ഭരണകൂടങ്ങളൊന്നും
അത് ശരിയാക്കാൻ വേണ്ടി ഇന്നുവരെ ഒരു പദ്ധതിയും ചെയ്തിട്ടില്ല. ഇവരുടെ പദ്ധതി ഇത് ശരിയാക്കാൻ വല്ല പദ്ധതികളും ഉണ്ടോ എന്നറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ചമ്രവട്ടം പദ്ധതിയുടെ ചോർച്ച വന്നു. അതിനൊരു പ്രൊജക്റ്റ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. സൈഡ് വാൾ ഉയർത്തി ചോർച്ച അടക്കാൻ. പക്ഷെ അതൊന്നും പെട്ടെന്ന് കഴിയുന്നതല്ല. ഇതിന് ചില ടെക്നിക്കൽ ഫിസിബിലിറ്റി ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ ഈ മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു ഇവിടെ എൻ്റെ സുഹൃത്ത് അല്ല പറയട്ടെ 2013 ജൂൺ മാസം 8-ാം തീയതിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള 5 മന്ത്രിമാർ മൂടാൽ സ്കൂളിൽ വന്ന് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടതല്ല, അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. അന്ന് 1 ഇഞ്ച് ഭൂമി ഇവരെടുത്തില്ല. ഇന്ന് ആ മുഴുവൻ ഭൂമി ഇപ്പൊ പർച്ചേസ് ചെയ്തു. അവർക്കെല്ലാം ഇപ്പൊ വില കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതാ അതിന്റെ പ്രൊജക്ട് വെച്ച് ഉടനെ അതിന്റെ വർക്ക് ആരംഭിക്കാൻ പോകുന്നു. വലിയ ഒരു കള്ളമാണ് തുടക്കത്തിൽ പറഞ്ഞത്. പറയുമ്പോൾ കുറച്ചൊക്കെ സത്യം പറയണം. കേരളത്തിനകത്ത് കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് MP അബ്ദുസമദ് സമദാനി MP MLA ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതാണ് ആ റോഡിൽ ആദ്യ ഫണ്ട് വെക്കുന്നത്. ആദ്യം ഭൂമിക്ക് പണം കൊടുത്ത് ഭൂമി എടുത്ത ചരിത്രം കേരളത്തിനുണ്ട് എങ്കിൽ സമദാനി സാഹിബിന് അവകാശപ്പെട്ടതാണ്. അതൊന്നും അവകാശപ്പെട്ടതല്ല. റോഡിന് അങ്ങനെയാ ഭൂമി എടുത്തത്. ആ സത്യം പറയാൻ തയ്യാറാകണം. നിങ്ങളുടെ കുഴപ്പതാണ്. നേരത്തെ സ്കൂൾ പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കും. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പിതൃത്വം ഏറ്റെടുത്തതുപോലെ നമ്മുടെ കൊച്ചി മെട്രോയുടെ പിതൃത്വം ഏറ്റെടുത്ത പോലെ എല്ലാത്തിന്റെയും പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കും. അതെ, ആ ഭൂമി എടുത്ത് പണം നൽകി അതിന്റെ തുടക്കം ഭംഗിയായി തുടങ്ങി. ഇപ്പോഴും അതിന്റെ തുടർച്ച നടത്തേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. ചമ്രവട്ടം പദ്ധതി കിഫ്ബി എന്ന് പറഞ്ഞ് ഒരു നയാ പൈസ ഇന്ന് വരെ കൊടുക്കാൻ നമ്മുടെ മന്ത്രിയാണല്ലോ, ബഹുമാനായ വളഞ്ചേരിക്കാരനാണല്ലോ, ഒരു നയാ പൈസ അനുവദിക്കാൻ ഇതുവരെ കഴിഞ്ഞു. 2.25 കൊല്ലമായല്ലോ. ഒരു വർഷം പ്രൊജക്ട് തയ്യാറാക്കി പ്രൊജക്ട് തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ടെക്നിക്കൽ വിഷയമുള്ളതിന്റെ. കാരണം ഇങ്ങനെ ഈ സമയത്ത് ഒരു ചോർച്ച വന്നാൽ അടക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കരാറുകാരന് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ടെക്നിക്കൽ വശമുണ്ട്. അത് പരിശോധിച്ച് പ്രൊജക്ട് തയ്യാറാക്കി ഉടനെ ആരംഭിക്കും. ഓക്കെ രവി, വളരെ ചുരുക്കി ഞാൻ ഡയറക്റ്റ് പറയാം. ചുരുക്കി പറയുമ്പോൾ സമയമുണ്ട്. 150 കോടി ചെലവഴിച്ചുണ്ടാക്കിയാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. കേരളത്തിലെ ഏക 1 കിലോമീറ്റർ നീളമുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഏറ്റവും വലുത് ചമ്രവട്ടത്തെയാണ്. അതിന്റെ ബ്രിഡ്ജിന്റെ താഴെയുള്ള റെഗുലേറ്റർ അന്ന് മുതൽ ചോരയാണ്. അതെങ്ങനെ ഉണ്ടാക്കി അന്ന് മുതൽ ചോരുന്നത്? അതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ സമരം നടന്നതാണ് അവിടെ പലപ്പോഴും. പക്ഷെ ഇന്നേ വരെ അന്വേഷണം നടന്നിട്ടില്ല. അതിന്റെ പിന്നാമ്പുറത്തേക്കും പോയിട്ടില്ല. അത് നന്നാക്കാൻ വേണ്ടി ഡൽഹി ITI ടീം വന്നതും അതിന്റെ പഠനം നടത്തിയതും റിപ്പോർട്ട് കൊടുത്തതും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നല്ലാതെ ജനങ്ങൾക്ക് വെള്ളം വേണ്ടേ? കുടിക്കാൻ വെള്ളം വേണം, കൃഷിക്ക് വെള്ളം വേണം. ശരിയായിട്ടില്ല. മൂടാൽ ബൈപ്പാസ് നിങ്ങൾ ഒരു കൂട്ടർ എടുത്തു, പൈസ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചു. വണ്ടി ഇതുവരെ ബൈപ്പാസ് കൂടി പോയിട്ടില്ലാന്ന്. അതല്ലേ ഞങ്ങൾക്ക് ആവശ്യം. നമ്മുടെ റോഡ് വീതി കൂടണ്ടേ? 2 കൂട്ടരും ഈ കാര്യത്തിൽ 2 ജനകീയ വിഷയങ്ങളുടെ കാര്യത്തിലും അമ്പേ പരാജയമാണ്. അതിനൊക്കെ നിങ്ങൾ കൊല്ലത്തെ നാഷണൽ ഹൈവേ നിർമ്മിച്ചു കൊടുത്ത നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണം. ആ തരത്തിലുള്ള നിലപാട് നിങ്ങൾ അത് കണ്ടുപഠിക്കണം. ഏറ്റവും ഒടുവിലായി 3 നേതാക്കൾക്കും വളരെ ചുരുങ്ങി അവരുടെ എന്തിനാണ് ജനങ്ങൾ അവർക്ക് വോട്ട് നൽകുക, മുന്നണികൾക്ക് വോട്ട് നൽകേണ്ടതെന്ന് സംബന്ധിച്ച് വളരെ ചുരുക്കി NDAയുടെ പ്രതിനിധി അതുപോലെ തന്നെ UDFന്റെയും LDFന്റെയും പ്രതിനിധികൾ പറഞ്ഞോളൂ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആമുഖമായി പറഞ്ഞതിന്റെ ബാക്കി ഭാഗം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണം ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താനും നമ്മുടെ വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം വേണ്ടിടത്ത് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ഇസ്ലാമിക രാജ്യങ്ങളടക്കമുള്ള ലോകരാജ്യങ്ങളെ കൂടെ നിർത്തുവാനും അവരുമായി ചർച്ച നടത്താനും സാധിച്ചതിൻ്റെ വിജയമാണ് നമുക്ക് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരായി നീക്കം നടത്താൻ തയ്യാറായപ്പോൾ, ചൈനയെ ഉപയോഗിക്കാൻ തയ്യാറായപ്പോൾ നയതന്ത്രപരമായി നേരത്തെ നടത്തിയ നരേന്ദ്രമോദിയെ പോലുള്ള ഭരണാധികാരിയുടെ ഇടപെടലിൻ്റെ ഫലമാണ് നമുക്ക് ഇന്ന് ആ കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ തന്നെ മേൽക്കൈ കിട്ടാൻ വേണ്ടി സാധിച്ചത്. രാജ്യരക്ഷയുടെയും ജനങ്ങളുടെ സുരക്ഷയുടെയും മുൻനിർത്തിക്കൊണ്ടുള്ള 5 വർഷക്കാലത്തെ ഭരണം ഈ രാജ്യത്ത് വീണ്ടും തുടരണമെന്ന് ജനം ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഇത്തവണ തീർച്ചയായും പൊന്നാനിയിലെ ഇവിടെ വെറുതെ 2ആയി മത്സരിച്ച് അവിടെ പോയാൽ ആരെ പിന്തുണയ്ക്കാൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കൂലെങ്കിലും പിന്തുണയ്ക്കാൻ രാഹുൽ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രാഹുൽ വേണോ നരേന്ദ്രമോദി വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും 5 അടി 8 ഇഞ്ച്
കണക്ക് പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇതിനകത്ത് ഫാസിസ്റ്റ് ഭരണകൂടത്തെ തകർക്കണം. നമുക്ക് നരേന്ദ്ര ദവോൽക്കറെ, ഗോവിന്ദ് പൻസാരയെ, കൽബുർഗിയെ, മഹാത്മാഗാന്ധിയെ വീണ്ടും വെടിവെച്ചവരെ, ഇവിടെ മത ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവരെ കൊന്നൊടുക്കുന്നവരെ ഇവരെ ഉന്മൂലനം ചെയ്യണം രാജ്യത്തിനകത്ത് നിന്ന്. നരേന്ദ്രമോദിയാണ് രാജ്യം കണ്ട ഏറ്റവും ഫാസിസ്റ്റായ ഭരണാധികാരി എന്ന് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുക. അതിൽ കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും രാഹുൽ ഗാന്ധി വരണമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയുടെ ധിക്കാരപരമായ നിലപാടുകളാണ്. ഊർജിത് പട്ടേൽ പോലും രാജിവെച്ചു പോയി. കൂടെ നിൽക്കുന്നവർ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകാൻ സന്നദ്ധമായി. പ്രമുഖരായ അരുൺ ഷൂരിയെ പോലെ, അതുപോലെ തന്നെ ലാൽകൃഷ്ണ അഡ്വാനിയെ പോലെ, യശ്വന്ത് സിൻഹയെ പോലെ പ്രമുഖരായവർ മുഴുവനും എതിർത്ത്, ബുദ്ധിയുള്ളവരൊക്കെ എതിരാണ്. ബുദ്ധിമാന്മാരെല്ലാം എതിർത്ത ഈ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് മതേതര വിരുദ്ധ ഗവൺമെന്റാണ്. ഏകാധിപതിയും ധിക്കാരിയും സ്വേച്ഛാധിപതിയുമാണ് നരേന്ദ്രമോദി എന്നെല്ലാവരും അഭിപ്രായപ്പെടാൻ. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നവകേരളം സൃഷ്ടിക്കുന്ന ആളുകൾ, നവോത്ഥാനം സൃഷ്ടിക്കുന്ന ആളുകൾ മനുഷ്യനെ കൊന്ന് ആ ചുടുരക്തവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പെരിയയിൽ ഞങ്ങളുടെ 2 കുട്ടികളെ ദാരുണമായി കൊന്നൊടുക്കി. കഴിഞ്ഞ വർഷം ഷുഐബിനെ ദാരുണമായി കൊന്നു. അരും കൊല രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത്. അതോടൊപ്പം ആലപ്പാട് കരിമണൽ ഖനനം നടക്കുമ്പോൾ മലപ്പുറത്തെ തീവ്രവാദികളാണെന്ന് പറഞ്ഞ സുധാകരനെ പോലെയുള്ളവർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭൂരിപക്ഷത്തോടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം തീവ്രവാദികൾ ഒന്നിച്ചു എന്ന അഭിപ്രായം പറഞ്ഞ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ, വിജയരാഘവനെ പോലെയുള്ളവർക്കെതിരായിക്കൊണ്ട് മലപ്പുറത്തെ കുട്ടികൾ നല്ല രൂപത്തിൽ ജയിച്ചു വന്നപ്പോൾ കോപ്പിയടിച്ച മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചതെന്ന് പറഞ്ഞ VS അച്യുതാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് നിലപാടിനെതിരെ മലപ്പുറത്തുള്ളവർ തീവ്രവാദികളാണ് എന്ന അഭിപ്രായം പുലർത്തുന്നവർക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി. ബഹുമാനായ ശ്രീ ET നല്ല മതേതരവാദിയാണ്, മതവിശ്വാസി തീവ്രവാദിയല്ല. മതേതരവാദിയായ തീവ്രവാദ നിലപാടുകളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിരോധിക്കുന്ന മതേതരത്വത്തിന്റെ നിലപാടുള്ളവനെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ പോലും അഭിപ്രായം പറയാൻ സന്നദ്ധമാകുന്ന ET തന്നെ വിജയിക്കും. LDFന്റെ പ്രതീക്ഷകൾ, LDFന്റെ കാര്യങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണം. ദളിതരെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. സ്ത്രീകൾക്ക് നേരെ അക്രമം നടത്തുന്ന ഗവൺമെന്റ് ഉണ്ടായിക്കൂടാ. അതിന്റെ പ്രതീകമാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ തോൽപ്പിച്ചേ അടങ്ങൂ. കേരളത്തിലെ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലേ. ഈ കൊലപാതക രാഷ്ട്രീയം ഈ കേരളത്തിൽ അരങ്ങേറിയതാണ്. മൊയാരത്ത് ശങ്കരനെ ആദ്യമായി 1948 കൊന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ തന്തയാകാൻ നിൽക്കരുത്. അത് നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന്റെ പങ്കേ ഉള്ളൂ. നമ്മുടെ ചർച്ച അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്.